നെടുമ്പാശ്ശേരിയിൽ ദുബായിലേക്കുള്ള സ്പൈസ് ജെറ്റ് വൈകുന്നു. ഇന്നലെ രാത്രി 11:15 പുറപ്പെടേണ്ട വിമാനമാണ് വൈകിയതിനാൽ 17 യാത്രക്കാർ ദുരിതത്തിലായത്. വിവരങ്ങളുമായി ആൻ മരിയ സണ്ണി കൊച്ചിയിൽ ചേരുന്നു. ആൻ മരിയ, സാധാരണഗതിയിൽ അത് വൈകൽ കേൾക്കുന്ന എയർ ഇന്ത്യയുടെ പേരിലാണ്. ഒരു ഭാഗ്യം അതല്ല. സ്പൈസ് ജെറ്റിന് എന്ത് സംഭവിച്ചതാണ്, എന്താണ് കാരണമായി അവർ പറയുന്നത്? ഹാഷ്മി, ഒരു ടെക്നിക്കൽ ഇഷ്യൂ മൂലമാണ് ഈ വിമാനം വൈകുന്നത് എന്നാണ് ഇവരുടെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ അറിയേണ്ട ഒരു കാര്യം എന്നാൽ ഇന്നലെ രാത്രി 11:15 പുറപ്പെടേണ്ട വിമാനമാണ് ഇത്ര നേരമായിട്ട്. മാധ്യമം അവരോട് ഇന്ന് രാവിലെ പുറപ്പെടുമെന്ന് അറിയിക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെയല്ല, ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് ആയിരിക്കും പുറപ്പെടുക എന്ന് പറയുന്നു. ഈ രീതിയിൽ പല സമയങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. 17 യാത്രക്കല്ല, 170-ലധികം യാത്രക്കാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഈ ദുബായിലേക്ക് പോകേണ്ടവരാണ്. ഇന്നവിടെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആളുകളുണ്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ലീവ് കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ന് രാത്രി മുതൽ ഇവരുടെ ഒരു പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ പ്രതിഷേധവും അവിടെയുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം, എന്തുകൊണ്ടാണ് ഈ വിമാനം വൈകുന്നത്, ഒരു ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ളൊരു കാരണമല്ലാതെ കൃത്യമായിട്ട് അതിലൊരു ഉത്തരം നൽകാനായിട്ടും ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ഈ യാത്രക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ മണിക്കൂറുകളായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഈ യാത്രക്കാർ ഇപ്പോൾ പോയിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നതിൽ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി വിമാനത്തിന് പുറപ്പെടാനായിട്ട് സാധിക്കും എന്നൊരു ഉത്തരവും ഇപ്പോൾ വരുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ, ആൻമരിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. യാത്രക്കാർ ദുരിതത്തിലാണ്. അവർ അവിടെ കയർക്കലൊക്കെ ഉണ്ട്. സ്വാഭാവികമാണ്. അത്രത്തോളം നമ്മൾ ഇരുന്നങ്ങ് മടുക്കുമ്പോൾ സ്വാഭാവികമായ ദേഷ്യം ഉണ്ടാവുന്നത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. സാങ്കേതിക പ്രശ്നമാണെങ്കിൽ ആ സാങ്കേതിക പ്രശ്നം.